ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് റാഗി വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മൾ എണ്ണയിൽ വറുത്ത് പൊരിക്കലുകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുക. അതിൻ്റെ തോലൊക്കെ മാറ്റി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു പീസിനെ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് 4 സ്ലിറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സ്പാച്ചുല വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുവേ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കായ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കായ പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന പൗഡർ ഉണ്ടല്ലോ, ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് റാഗി പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പഴവുമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ പൊടിയിലേക്ക് ഇതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കും കേട്ടോ. നമ്മൾ പഴത്തിൻ്റെയും അതുപോലെ തന്നെ ഈ തേങ്ങയുടെ ഒക്കെ ഈർപ്പം ഈ പൊടി നന്നായിട്ട് വലിച്ചെടുത്ത് ഒരു ഡാർക്ക് കളറിലേക്ക് ഇത് വന്ന് തുടങ്ങുവേ. ഈ സമയത്ത് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കൂ, കണ്ടോ, പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് 1/2 കപ്പ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ വാട്ടറാണ് കേട്ടോ, തിളച്ച വെള്ളമൊന്നല്ല ഒഴിച്ചിട്ടുള്ളത്. നോർമൽ വാട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇളക്കാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിത് ശർക്കര ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ശർക്കര ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 1/4 കപ്പ് ശർക്കര നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ശർക്കര നീര് ഈ ഒരു അളവിലേക്ക് കറക്റ്റ് പാകമാണ് കേട്ടോ. നിങ്ങൾക്കിനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ശർക്കര നീര് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, പെട്ടെന്ന് റാഗി പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹൽവയുടെ ഒക്കെ ഒരു പരുവം പോലെ ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യണേ, അല്ലെങ്കിൽ പെട്ടെന്നത് അങ്ങ് അതിലത്തെ വെള്ളമൊക്കെ വറ്റിപ്പോവും. ഇത് വെന്തും വരുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പാകത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി അനുവദിക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിലാക്കി എടുക്കണമെങ്കിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1/4 ഭാഗവും വെന്തതാണ്, എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. ഇനി ഞാനിതൊന്ന് സ്റ്റീമറിലേക്ക് മാറ്റി, ഒരു അപ്പച്ചെമ്പ് അല്ലെങ്കിൽ സ്റ്റീമറിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയാവും, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ഇതിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണേ. കണ്ടോ, കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.